ഹലോ, ഇന്ന് നമുക്കൊരു ബിരിയാണി പൊതി കിട്ടിയാലോ? കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നു ബിരിയാണി പൊതി ഉണ്ടാക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല വാട്ടിയ വാഴയിലയിലേക്ക് നല്ല ചിക്കൻ മസാല നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ റൈസ് വെച്ച് കൊടുക്കാം. ഞാനിത് ദം ചെയ്തതിന് ശേഷം ബിരിയാണി ചോറും മസാലയും സെപ്പറേറ്റ് ആക്കിയതാണ്. അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള റൈസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ, ഞാനിവിടെ ചിക്കൻ 65 ആണ് ചെയ്തത്, അപ്പോൾ അതും ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങിയത്. ഈ ബിരിയാണീൻ്റെ കൂടെ ഞങ്ങൾക്ക് മുട്ട പുഴുങ്ങിയത് അത്ര വലിയ ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ടാണ് പകുതി മുട്ട വെച്ചത്. പിന്നെ നമ്മുടെ ബിരിയാണി സ്പെഷ്യൽ ബീട്രൂട്ട് ഡേറ്റ്സ് അച്ചാറും പിന്നെ ചട്നിയും ഒരു സൈഡിലായിട്ട് നമ്മുടെ തൈര് അഥവാ കച്ചമ്പർ എന്ന് പറയുന്നത് അതും വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഞാൻ വാഴയിലയുടെ താഴെയായിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ന്യൂസ് പേപ്പറൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാനിവിടെ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഓഫർ ബുക്ക് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാലും പൊതിഞ്ഞെടുത്താൽ മതിയല്ലോ. അപ്പോൾ വേഗം തന്നെ നല്ലപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഞാനിതൊരു 11:30 മണി സമയത്താണ് പൊതിഞ്ഞെടുത്തത്. പിന്നെ ഒരു 1:30 മണിക്കാണ് ഇത് തുറക്കുന്നത്. ഹസ്ബൻഡ് ഓഫീസും വന്ന് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് തുറന്നത്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. അപ്പോൾ ബിരിയാണി പൊതി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.